പരമ്പരാഗത മത്സ്യത്തൊഴിലാളികൾ സ്വപ്നം കണ്ട വികസനം യാഥാർത്ഥ്യമാകുന്നു. ആധുനിക ബോട്ട് നിർമ്മാണശാല കൊല്ലം ശക്തികുളങ്ങര കല്ലുംപുറത്ത് യാഥാർത്ഥ്യമായി. മന്ത്രി സജി ചെറിയാൻ ഉദ്ഘാടനം ചെയ്യും. 62 കോടി ചെലവ് പ്രതീക്ഷിക്കുന്ന നീണ്ടകരയിലെ വല ഫാക്ടറിയുടെ നിർമ്മാണോദ്ഘാടനവും മന്ത്രി നിർവഹിക്കും. നമ്മളിവിടെ ബോട്ടൊക്കെ തമിഴ്നാടാണ് നോക്കുന്നത്. അവിടെ പോകുമ്പോൾ ഭയങ്കര റൈറ്റാണ് ബോട്ടൊക്കെ. നമ്മളിവിടെ അടുത്ത് വന്ന അതിൻ്റെ ഏറ്റവും നല്ലത്. അത് നമ്മളിന്ന് വണ്ടിയായി പോകണം. നമുക്ക് അറിയത്തില്ല അവർ ഏത് തരം വിളവിട്ടാണെന്ന് വെക്കുന്നത് നമുക്ക് അറിയാൻ പറ്റത്തില്ല. അത് നമുക്ക് ആവശ്യത്തിന് നമ്മൾ ചെന്ന് നോക്കുകയൊക്കെ ചെയ്യാം. ബോട്ടിയാട് ഇവിടെ വരുന്നതുകൊണ്ട് ഏറ്റവും മത്സ്യത്തൊഴിലാളിക്ക് ഏറ്റവും നല്ലൊരു ഗുണമുണ്ടാകുന്ന ഒരു പദ്ധതിയാണ് ഈ സ്കീം സർക്കാർ കൊണ്ടുവന്നതിന് 1000 വട്ടം നന്ദി പറഞ്ഞാലും തീരത്തില്ല. മത്സ്യത്തൊഴിലാളികളെ ഇവിടുന്ന് മത്സ്യഫെഡിലെ ലോൺ അനുവദിച്ച ചെക്ക് അവൻ്റെ ബോട്ടുകാരൻ്റെ പേരിലാണ് കൊടുക്കുന്നത്. ആ പേരിൽ അവൻ ബോട്ട് തന്നില്ലെങ്കിൽ നമുക്ക് നഷ്ടമാകും. ഇതാകുമ്പം നമ്മുടെ മത്സ്യഫെഡ് ലോൺ തരുന്ന നമുക്ക് തന്നെ നേരിട്ട് ആ സ്ഥാപനത്തിൽ ചെന്ന് അന്വേഷിക്കുകയും എടുക്കുകയൊക്കെ ചെയ്യാൻ പറ്റും. അത് ഏറ്റവും വലിയൊരു നല്ലൊരു കാര്യം. വണ്ടി യാത്ര ചിലവില്ല. മത്സ്യത്തൊഴിലാളികൾക്ക് ഉചിതമായ രീതിയിലുള്ള നല്ല പദ്ധതി മത്സ്യത്തൊഴിലാളികൾക്ക് നല്ലതാണെങ്കിൽ നല്ല രീതിയിൽ ഫലമുണ്ടാവുമെങ്കിൽ നല്ലത് തന്നെ. അതിപ്പം ഇങ്ങനെയുള്ള നല്ല നല്ല കാര്യങ്ങൾ വരുമ്പോഴാണല്ലേ പ്രോത്സാഹനം കൂടെയും മത്സ്യത്തൊഴിലാളികളുടെ പ്രവർത്തനം കൂടെയും. പിന്നെ അത് നല്ലതായിരിക്കണം. ആ ജാടായിരുന്നാലും ശരി, ആ പ്രവർത്തനമായിരുന്നാലും ശരി, നല്ല രീതിയിൽ മുന്നോട്ട് പോയാൽ അതെല്ലാവർക്കും നല്ലതുപോലെ സന്തോഷം, എല്ലാവർക്കും സന്തോഷം. ഇപ്പം തമിഴ്നാട്ടിൽ നിന്നാണ് അവിടെ മൊത്തവും ഈ നെറ്റ് വലകളൊക്കെ വാങ്ങിക്കുന്നത്. അവിടെ 650-700 രൂപയ്ക്ക്. അതേ ഇത് തന്നെയാണ് മത്സ്യഫെഡിൽ കൊടുക്കുന്ന 500-520 രൂപയ്ക്കൊക്കെ. അപ്പം ഇത് സ്വന്തമായിട്ട് നമ്മളൊരു വലക്കമ്പനിയുടെ കൊടുക്കുമ്പോൾ അതും പ്രയോജനം ഏറ്റവും കൂടുതൽ വില കുറയുകയും കോമ്പറ്റീഷൻ ഉണ്ടാവുമല്ലോ. ആ രീതിക്ക് മത്സ്യത്തൊഴിലാളികൾക്ക് വലിയൊരു പ്രയോജനം ലഭിക്കും. അതായത് ഇവിടെ നമുക്ക് ഫൈബർ ബോട്ടുകളുടെ നിർമ്മാണ യൂണിറ്റാണ് പ്രധാനമായിട്ടും ശക്തികുളങ്ങര കല്ലുംപുറത്ത് ഇവിടെ പൂർത്തീകരിച്ച് വരുന്നത്. അപ്പോൾ ഇവിടെ തന്നെ ബോട്ട് നിർമ്മാണവും അതിൻ്റെ മെയിൻ്റനൻസ് വർക്കുകളും എല്ലാം ചെയ്യാൻ പറ്റും. തൊട്ടടുത്ത് തന്നെ നെറ്റ് വെൻഡിങ് യൂണിറ്റുകളും ഉണ്ടാവും. 2 വാർഫുകളും ഇതിനോടൊപ്പം ചെയ്യുന്നു. വല നിർമ്മാണ യൂണിറ്റ് നീണ്ടകരയിലാണ്. അപ്പം ആ വല നിർമ്മാണ യൂണിറ്റിൻ്റെ നിർമ്മാണ ഉദ്ഘാടനം നാളെ നടക്കുകയാണ്. അതൊരു 52 കോടി രൂപയുടെ വൻ പ്രോജക്റ്റാണ്. ഏതാണ്ട് 155ഓളം പേർക്ക് തൊഴിൽ നൽകാൻ പറ്റുന്ന 3 ഷിഫ്റ്റായിട്ട് വർക്ക് ചെയ്യുമ്പോഴത്തേക്കും 150ഓളം പേർക്ക് തൊഴിൽ നൽകാൻ പറ്റുന്ന ഒരു സംരംഭം തന്നെയാണ്. ഹാർബർ എഞ്ചിനീയറിംഗ് സാങ്കേതിക സഹായത്തോടെ ഫൈബർ ബോട്ടുകൾ ആദ്യഘട്ടം നിർമ്മിക്കും. കൊച്ചിൻ ഷിപ്പ്യാർഡിന്റെ സാങ്കേതിക സഹായത്തോടെ 2ാം ഘട്ടത്തിലാകും ട്രോളിംഗ് ബോട്ട് നിർമ്മാണം. മികവുറ്റ ബോട്ടുകൾ ന്യായമായ നിരക്കിൽ മത്സ്യത്തൊഴിലാളികൾക്ക് ഇവിടെ ലഭിക്കും. 8.82 കോടി രൂപ ചെലവിലാണ് ശാല നിർമ്മിച്ചത്. യാർഡ് കെട്ടിടം, ഒരേ സമയം 2 ബോട്ടുകൾക്ക് അടുക്കാനുള്ള വാർഫ്, വല അറ്റകുറ്റപ്പണി നടത്താനുള്ള ഷെഡ്, ഓഫീസ് കെട്ടിടം, മറ്റ് അനുബന്ധ സൗകര്യങ്ങൾ ഉൾപ്പെടെയുള്ള കോംപ്ലക്സ് നിർമ്മാണം പൂർത്തിയായി. പ്രതിമാസം 26 മുതൽ 32 അടി വരെ നീളമുള്ള 18 FRP ബോട്ടുകളാകും യാർഡിൽ നിർമ്മിക്കുക. ജപ്പാനിലെ യമഹ മോട്ടോർ കോർപ്പറേഷൻ നിർമ്മിക്കുന്ന FRP ബോട്ടുകൾ മത്സ്യഫെഡ് നേരത്തെ കേരളത്തിലെത്തിച്ച് ആലപ്പുഴ, കൊല്ലം, തിരുവനന്തപുരം ജില്ലകളിലെ 120 മത്സ്യത്തൊഴിലാളികൾക്ക് ട്രയൽ റണ്ണായി ഉപയോഗിക്കാൻ അവസരം നൽകിയിരുന്നു. തൊഴിലാളികളിൽ നിന്ന് ലഭിച്ച നിർദ്ദേശം ഉൾക്കൊള്ളിച്ചാണ് FRP ബോട്ട് ബിൽഡിംഗ് യാർഡ് ആരംഭിക്കാനുള്ള പ്രോജക്ട് ഫിഷറീസ് വകുപ്പിന് മത്സ്യഫെഡ് നൽകിയത്. ഇതിനോടൊപ്പം 62 കോടി ചെലവിൽ വല ഫാക്ടറി നീണ്ടകരയിൽ നിർമ്മിക്കും. മന്ത്രി സജി ചെറിയാൻ തറക്കല്ലിടും. പ്രളയകാലത്ത് ഉൾപ്പെടെ കേരളത്തിന്റെ സൈന്യം കേരളത്തെ രക്ഷിച്ചിട്ടുണ്ട്. ആ നന്ദി കൂടിയുണ്ട് പിണറായി സർക്കാരിന്, ഇടതുപക്ഷ സർക്കാരിന്. അതുകൊണ്ടാണ് ഇപ്പോൾ ശക്തികുളങ്ങരയിൽ ഈ 9 കോടിയോളം രൂപ ചെലവിൽ പരമ്പരാഗത മത്സ്യത്തൊഴിലാളികൾക്ക് വേണ്ടി ഈ ഫൈബർ ബോട്ടിന്റെ നിർമ്മാണം ഏതാണ്ട് 90% പൂർത്തീകരിച്ചത്. ക്യാമറമാൻ അയ്യപ്പദേവനൊപ്പം രാജ്കുമാർ.